PSC SLC റെയിൽവേ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു പക്ഷേ ഉണ്ടാവുന്ന ഒരു സംശയമാണ് എവിടെ നിന്നാണ് ജനറൽ സ്റ്റഡീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പൊതുവിജ്ഞാനം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് അഫെയർസ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കണം. ഇത് കൂടാതെ കുറേ മിസലേനിയസ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, നോബൽ പ്രൈസസ്, ദെൻ മോണ്യുമെൻറ്റ്സ്, ഫോറസ്റ്റ്, അങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാവും. ഉദ്യോഗാർത്ഥിക്ക് ആദ്യമായിട്ട് വേണ്ട ഗുണം ദിശാബോധമാണ്. ഈ കൊച്ചു കേരളത്തിലിരുന്നുകൊണ്ട് ലോകരാജ്യങ്ങളെപ്പറ്റി നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ആവും. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട്, നമ്മുടെ കിഴക്ക് ഏതാ, വടക്ക് ഏതാ, പടിഞ്ഞാറ് ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം, ഏറ്റവും ചെറിയ ഭൂഖണ്ഡം, ഏറ്റവും വലിയ രാജ്യം, ആ രാജ്യത്തിൻ്റെ തലസ്ഥാനങ്ങൾ, കൺട്രീസ്, ക്യാപിറ്റൽസ്, കറൻസീസ്, അങ്ങനെ എനിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് വേൾഡ് ജോഗ്രഫി നമ്മൾ ഈ ഒരു കൊച്ചു സ്ഥലത്തുകൊണ്ടിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ആവും. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജോഗ്രഫിയിലൂടെ തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഗ്യാൻ അക്കാഡമി മലയാളത്തിൽ ഒരു മാപ്പ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വി ആർ ഗോയിങ് ടു ലേൺ ജോഗ്രഫി ത്രൂ മാപ്സ്. മാപ്സിൽ കൂടെ നമ്മൾ ലോകരാജ്യങ്ങളെ പറ്റിയിട്ടും ഭൂഖണ്ഡങ്ങളെ പറ്റിയിട്ടും സമുദ്രങ്ങളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ലേൺ ത്രൂ മാപ്സ്. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഗ്ലോബ്. ഇതാണ് നമ്മുടെ ഗ്ലോബ്. എർത്തിൻ്റെ ഷേപ്പ് എന്താണ് ശരിക്കും? ഷേപ്പ് ഓഫ് എർത്ത് ഇസ് ജിയോയിഡ്, ഒബ്ലേറ്റ്, സ്ഫെറോയിഡ്. അതായത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല നമ്മുടെ എർത്ത്. എർത്തിന് ഒരു ഒബ്ലേറ്റ്നെസ് ഉണ്ട്. അതായത് ഇക്വേറ്റർ റീജിയനിൽ ഒരു ഒബ്ലേറ്റ്നെസ് ഉണ്ട്. ഒബ്ലേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പരന്നതാണ്. അതുപോലെ പോളാർ റീജിയൻസ് എന്ന് പറയുന്നത് അത്ര ഷാർപ്പല്ല, അവിടെയും ഒരു ഫ്ലാറ്റ്നെസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് എന്ത് ഒബ്ലേറ്റ് സ്ഫെറോയിഡ് എന്ന് പറയുന്നത്. ദർ ആർ 7 കോണ്ടിനെൻറ്റ്സ്. 7 കോണ്ടിനെൻറ്റ്സും 5 മഹാസമുദ്രങ്ങളും ഉണ്ട്. മഹാസമുദ്രങ്ങൾ അല്ലെങ്കിൽ ഓഷ്യൻസ് ഉണ്ട്. നമ്മൾ ഈ കോണ്ടിനെൻറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് സൈസ്. ഏറ്റവും വലുത് ഏതാണ് ആൻഡ് ഏറ്റവും ചെറുത് ഏതാണ്, ഡിസെൻഡിങ് ഓർഡറിൽ നോക്കാം. ഏതൊക്കെയാണ് കോണ്ടിനെൻറ്റ്സ്? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക ആൻഡ് ഓസ്ട്രേലിയ. ഇതാണ് നമ്മുടെ 7 കോണ്ടിനെൻറ്റ്സ്. ഫസ്റ്റ് പ്ലേസസ് ഏഷ്യ, സെക്കൻഡ്ലി ആഫ്രിക്ക, തേർഡ്ലി നോർത്ത് അമേരിക്ക, ഫോർത്ത്ലി സൗത്ത് അമേരിക്ക, ഫിഫ്ത്ത് അന്റാർട്ടിക്ക, സിക്സ്ത് ഇസ് യൂറോപ്പ് ആൻഡ് ദ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ് ഇസ് ഓസ്ട്രേലിയ. ജനസംഖ്യ അനുസരിച്ചിട്ട് ഏതാണ് ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ് ആൻഡ് ഏതാണ് ഏറ്റവും ചെറിയ കോണ്ടിനെൻറ്റ്? സോ ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ ജനസംഖ്യ ക്രമം അനുസരിച്ചിട്ട് നമുക്ക് കോണ്ടിനെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ഏത് തന്നെയായിരിക്കും? ഏഷ്യ ആയിരിക്കും. എന്താണ് കാരണം? ലോകത്തിലെ ഏറ്റവും പോപ്പുലസ് കൺട്രി ആയ ചൈന ആൻഡ് സെക്കൻഡ് പോപ്പുലസ് കൺട്രി ആയ ഇന്ത്യ ഈസ് ഇൻ ഏഷ്യ കോണ്ടിനെൻറ്റ്. ഓക്കെ, സോ ഏഷ്യ ആണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള കോണ്ടിനെൻറ്റ്, ഭൂഖണ്ഡം. രണ്ടാമത് ആഫ്രിക്ക തന്നെയാണ്. മൂന്നാമത് നോർത്ത് അമേരിക്ക ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ഏരിയ. പക്ഷേ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ യൂറോപ്പാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നോർത്ത് അമേരിക്കയിൽ 23 രാജ്യങ്ങളാണ് ഉള്ളത്, യൂറോപ്പിൽ 51 രാജ്യങ്ങളും, ഏഷ്യയിൽ 50 രാജ്യങ്ങളും, ആഫ്രിക്കയിൽ 54 രാജ്യങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, ഈ രാജ്യങ്ങളിലൊക്കെ ജനസംഖ്യയുമുണ്ട്. അടുത്തത് 4ാം സ്ഥാനത്തുള്ളത് നോർത്ത് അമേരിക്ക, 5ാം സ്ഥാനത്ത് സൗത്ത് അമേരിക്ക. അന്റാർട്ടിക്കയിൽ പോപ്പുലേഷൻ ഇല്ല. അവിടെയുള്ള പോപ്പുലേഷൻ ടെമ്പററി ഇൻഹാബിറ്റൻസ് ആണ്. പോപ്പുലേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ കൺട്രീസ് ഒന്നും ഇല്ലാത്ത ഒരു കോണ്ടിനെൻ്റ് ആണ് അന്റാർട്ടിക്ക. ബൈ കോമൺ സെൻസ് വി ക്യാൻ ഡയറക്ട്ലി സേ ദാറ്റ് 6ാമത്തെ സ്ഥാനം ഓസ്ട്രേലിയയ്ക്കും ഏറ്റവും ലാസ്റ്റ് ഇസ് അന്റാർട്ടിക്ക. ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ മഹാസമുദ്രങ്ങൾ. 5 മഹാസമുദ്രങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ഈ 5 മഹാസമുദ്രങ്ങൾ? പസഫിക് ഓഷ്യൻ, നെക്സ്റ്റ് ഇസ് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ ആൻഡ്
അന്റാർട്ടിക്ക. ഏതാണ് ഏറ്റവും വലുത് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? അതിന് 4 മാനദണ്ഡങ്ങളാണ് ഉള്ളത്, 4 ക്രൈറ്റീരിയാസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഏരിയ, ഏറ്റവും ഏരിയ കൂടുതൽ. വോള്യം എന്ന് പറഞ്ഞാൽ എത്ര amount of water ഉണ്ട്, ഓക്കെ, അതാണ് വോള്യം. ഡെപ്ത് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴം. നാലാമത് കോസ്റ്റൽ ഏരിയ. Based on area, volume and depth, largest one is Pacific Ocean. ഏറ്റവും വലുത് പസഫിക് ആണ്. ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്, ഏറ്റവും വലിയ ഏരിയ ഉള്ളത്, ഏറ്റവും ഡെപ്ത് ആഴം കൂടിയതും ഈ ഒരു പസഫിക് ഓഷ്യനാണ്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും മരിയാന ട്രെഞ്ച്, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ പോയിന്റ്. ഈ ഒരു പോയിന്റ് ഉള്ളതും പസഫിക് ഓഷ്യനിൽ തന്നെയാണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇതൊരു എസ് ഷേപ്പ് ഓഷ്യൻ ആണ്. ഇത് ഇങ്ങനെ ഈ ഒരു ചോദ്യം കഴിഞ്ഞ വർഷം റെയിൽവേക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എസ് ഷേപ്പ് ഓഷ്യൻ ഏതാണ്? എസ് ഷേപ്പ് ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക്, സൗത്ത് അറ്റ്ലാന്റിക്. ആക്ച്വലി വാട്ടർ ബോഡി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിന് നമ്മൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പം നോർത്ത് സൈഡിൽ ഒഴുകുന്നത് കാരണം നോർത്ത് അറ്റ്ലാന്റിക് എന്നും, സദേൺ സൈഡിൽ ഒഴുകുന്നത് കാരണം അതിനെ സൗത്ത് അറ്റ്ലാന്റിക് എന്നും വിളിച്ചു. എസ് ഷേപ്പിലുള്ള ഓഷ്യൻ ഏതാണെന്ന് ചോദിക്കും, അത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ടേംസ് ഓഫ് ഏരിയ, വോള്യൂം ആൻഡ് ഡെപ്ത്, ഇന്ത്യൻ ഓഷ്യൻ. And the fourth one is Southern Ocean അല്ലെങ്കിൽ Antarctic Ocean. So first one, second one, third one and fourth one is Southern Ocean or Antarctic Ocean. And the fifth one, the last one is Arctic Ocean. So descending order ഓഷ്യൻസിനെ നമുക്ക് കോസ്റ്റൽ ഏരിയാസിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് പസഫിക് ഓഷ്യൻ. ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയാസ് ഉള്ളത് പസഫിക് ഓഷ്യനിൽ തന്നെയാണ്. രണ്ടാമത് അറ്റ്ലാന്റിക് ഓഷ്യൻ തന്നെയാണ്. മൂന്നാമത് ഇന്ത്യൻ ഓഷ്യൻ തന്നെയാണ്. നാലാമതിലാണ് ഒരു വ്യത്യാസം വരുന്നത്. നാലാമത് ആർട്ടിക് ഓഷ്യനാണ്. കാരണം ഇവിടെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും ഈ ഒരു ആർട്ടിക് ഓഷ്യനുമായിട്ട് കോസ്റ്റൽ ഏരിയാസ് പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാലാമത്തെ സ്ഥാനം ഇൻ ടേംസ് ഓഫ് കോസ്റ്റൽ ഏരിയ ആർട്ടിക് ഓഷ്യനും, അവസാനം അതായത് ഏറ്റവും കുറച്ച് കോസ്റ്റൽ ഏരിയാസ് പങ്കിടുന്ന സമുദ്രം എന്ന് പറയുന്നത് അന്റാർട്ടിക് ഓഷ്യൻ അല്ലെങ്കിൽ സദേൺ ഓഷ്യൻ ആണ്. ഇതാണ് നമ്മുടെ ഗ്ലോബ്. ഈ ഗ്ലോബിന് നമ്മൾ കുറേ ഇമാജിനറി ലൈൻസ് വെച്ചിട്ടാണ് ഈ മാപ്സ് ഒക്കെ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ലൊക്കേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷന് ഫൈൻഡ് ചെയ്യാനായിട്ട് കുറേ ഇമാജിനറി ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട് മാപ്സിൽ. ഇമാജിനറി ലൈൻസ് വെർട്ടിക്കലി ഉണ്ട്, ഹൊറിസോണ്ടലി ഉണ്ട്. ഹൊറിസോണ്ടൽ ഇസ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് വെർട്ടിക്കൽ വൺ ഇസ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ആദ്യം ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി പഠിക്കാം. ലാറ്റിറ്റ്യൂഡിൻ്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. ഓക്കെ, ഈ 0 ഡിഗ്രി അല്ലെങ്കിൽ ഇത് പാസ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് എർത്തിൻ്റെ സെൻറ്ററിലൂടെയാണ് ഈ ഒരു 0 ഡിഗ്രി ലൈൻ അല്ലെങ്കിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് 0 ഡിഗ്രി റെഫറൻസ് ഇസ് കോൾഡ് ആസ് ഇക്വേറ്റർ. സോ എർത്തിന് ലാറ്റിറ്റ്യൂഡ്സ് 2 ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എക്സാക്ട്ലി അറ്റ് ദ ഇക്വേറ്റർ. ഓക്കെ, ഇക്വേറ്റർ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. സോ അതിൽ ഫസ്റ്റ് ഹെമിസ്ഫിയർ ഇസ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ബോട്ടം ഇസ് കോൾഡ് ആസ് സദേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ സൈഡിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴെയുള്ളത് സദേൺ ഹെമിസ്ഫിയർ. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് ആണ്. ഈ ലൈൻസ് ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല. പാരലൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ലാറ്റിറ്റ്യൂഡിൽ 1 ഡിഗ്രി എന്ന് പറയുന്നത് 111 കിലോമീറ്റേഴ്സ് ആണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. ഒരു എത്ര ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ടെന്ന് നോക്കാം. സോ മുകളിലേക്ക് 90 ലൈൻസും താഴെ അതുപോലെ 90 ലൈൻസും ഉണ്ട്. ഓക്കെ, സോ ടോട്ടലി ഇക്വേറ്റർ ഒരെണ്ണം, 90 നോർത്തേൺ ഹെമിസ്ഫിയറിൽ 90, സദേൺ ഹെമിസ്ഫിയറിൽ അഗെയിൻ 90. സോ ടോട്ടലി എത്ര വരുന്നു? 181 ലൈൻസ് ഉണ്ട്. 181 ലൈൻസ് എപ്പോഴാണ് വരിക അറിയോ? നമ്മൾ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് എന്ന് പറയുന്നത് ഒരു പോയിന്റ് അല്ല, ഇതിൽ കൂടെയും ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട് എന്ന് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് 181 ലൈൻസ് വരുന്നത്. നോർത്തിലും സൗത്തിലുമുള്ള പോൾസ്, എർത്തിൻ്റെ 2 പോൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് ആണ് അല്ലേ. അതിൽ കൂടെ ഒരു ലാറ്റിറ്റ്യൂഡ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡ് വെറും ഒരു പോയിന്റ് മാത്രമാണ്. സോ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ കൺസിഡേർഡ് ആസ് പോയിന്റ്. ആൻഡ് ആ പോയിന്റിൽ കൂടി നമ്മൾ ലാറ്റിറ്റ്യൂഡ് പോകുന്നില്ല എന്ന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം 89 അറ്റ് നോർത്തേൺ ഹെമിസ്ഫിയർ, 89 അറ്റ് സദേൺ ഹെമിസ്ഫിയർ പ്ലസ് 1 at the equator. So totally 179 latitudes ആണ് ഉള്ളത്.
ലോഞ്ചിറ്റ്യൂഡിനെ പറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ നോട്ട് പാരലൽ ലൈൻസ്, ദീസ് ആർ ഇൻ്റർസെക്റ്റിംഗ് അറ്റ് സം പോയിന്റ്. പോൾസിൽ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഉള്ളത്. അപ്പോൾ നോൺ പാരലൽ ലൈൻസ് ആണ് ഇത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലാറ്റിറ്റ്യൂഡിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു പ്രത്യേകതയാണ്, അതായത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആണ്, അല്ലേ? ഇക്വേറ്റർ ആണ് ഏറ്റവും വലുത്. ഇക്വേറ്ററിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് പോലെയായിട്ടാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ഉള്ളത്. വെറാസ് എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും സെയിം ആണ്, ദേ ആർ ഓൾമോസ്റ്റ് ഈക്വൽ. ഒരു സ്പിയറിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. സോ ഈ 360 ഡിഗ്രി കവർ ചെയ്യാനായിട്ട് നമുക്ക് 360 ലോഞ്ചിറ്റ്യൂഡ്സ് വേണ്ടി വരും. സോ ടോട്ടൽ നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ഇസ് 360. ലോഞ്ചിറ്റ്യൂഡിലെ ഏറ്റവും സെൻറ്റർ മോസ്റ്റ് പോയിന്റിനെയാണ് പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത്. 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏകദേശം 111.3 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 111 കിലോമീറ്റർ ആണ്. വെറാസ് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 111.3 കിലോമീറ്റേഴ്സ് ആണ്. നമ്മുടെ എർത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് വേർട്ടിക്കലി. എങ്ങനെയാണ്? ഒന്ന് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, അനദർ വൺ ഇസ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. സോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണുള്ളത്. ആൻഡ് അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒക്കെ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ. സോ വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാനുള്ള കാരണം അതാണ്. വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഇന്ത്യ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഏകദേശം 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റിലാണല്ലോ ഇന്ത്യ ഉള്ളത്. സോ ഈ ലോഞ്ചിറ്റ്യൂഡിലാണ് ഇന്ത്യ ലൈ ചെയ്യുന്നത്. ഡിസ്റ്റൻസിനെ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ അക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? മിനിറ്റ്. ആൻഡ് ഈ ഒരു ഡിഗ്രി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് കൊണ്ട് നമുക്കൊരു ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ മിനിറ്റിനെ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 60 സെക്കൻഡ്സ്. ഓക്കെ, സോ മിനിറ്റും സെക്കൻഡും എന്നൊക്കെ പറയുന്നത് സമയത്തിൽ മിനിറ്റും സെക്കൻഡും അല്ല, ഡിസ്റ്റൻസിനെ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ആണ് മിനിറ്റ്സും സെക്കൻഡ്സും. ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യമാണ്, റെയിൽവേയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. PSCയിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. 30 to 35 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്തിൽ ഒരു ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഹൈ പ്രഷർ ബെൽറ്റിനെ പറയുന്ന പേര് എന്താണ് എന്നുള്ളത്. ഏകദേശം 30 to 35 ഈ ഒരു റീജിയനിലായിട്ട് വരും, നോർത്തിലും ഈ ഒരു റീജിയൻ സൗത്തിലായിട്ട് വരും. ഓക്കെ, സോ ഈ ലാറ്റിറ്റ്യൂഡിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഹൈ പ്രഷർ ബെൽറ്റ്. 30 to 35 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്തിൽ കാണുന്ന ഹൈ പ്രഷർ ബെൽറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് ഹൈ പ്രഷർ ബെൽറ്റിനെ പറയുന്ന പേര്. ജോഗ്രഫി ലേൺ ത്രൂ മാപ്പ് സീരീസ് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബിക്കോസ് കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഫീഡ്ബാക്ക് ഡെഫിനറ്റ്ലി ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുവരെയ്ക്കും ബൈ.